തവളകളുടെ ഇണചേരൽ കാലം, പ്രത്യേകിച്ചും യൂറോപ്യൻ കോമൺ തവളകൾ, റാന ടെമ്പറേറിയ പോലുള്ള സ്പീഷീസുകളിൽ ഒരു എക്സ്പ്ലോസീവ് ബ്രീഡിംഗ് പ്രതിഭാസമാണ്. തവളകളുടെ ലോകത്ത് ആൺതവളകളും പെൺതവളകളും തമ്മിൽ ഒരു വടംവലി നടക്കുന്നുണ്ട്. ഇണചേരൽ സമയമാകുമ്പോൾ പെൺതവളകളെക്കാൾ കൂടുതലായി ആൺതവളകളുണ്ടാകും. ഈ സമയത്ത് പലപ്പോഴും ഒരു പെൺതവളയെ ഒന്നിലധികം ആൺതവളകൾ ചേർന്ന് വളഞ്ഞു പിടിക്കാറുണ്ട്. ഈ അപകടകരമായ കൂട്ടപ്പിടുത്തത്തിന് മേറ്റിംഗ് ബോൾ എന്ന് പറയും. അതായത് ഒന്നിലധികം ആൺതവളകൾ ഒരേ സമയം ഒരു പെൺതവളയെ ഇണചേരാനായി ചുറ്റിപ്പിടിക്കുന്ന ഈ പ്രതിഭാസം പലപ്പോഴും പെൺതവളയുടെ ശ്വാസംമുട്ടലിനും മരണത്തിനും കാരണമാകാറുണ്ട്. എന്നാൽ പെൺതവളകൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ ഒരു കിടിലൻ തന്ത്രമുണ്ട്: ചത്തതുപോലെ കിടക്കുക. ക്രോണിക് ഇമ്മൊബിലിറ്റി തെനാറ്റോസിസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഒരു താൽപ്പര്യമില്ലാത്ത ആൺതവള പിടിക്കുമ്പോൾ പെൺതവള ശരീരം ദൃഢമാക്കി കൈകാലുകൾ നിവർത്തി അനങ്ങാതെ കിടക്കും. ജീവനില്ലാത്ത ഒരു തവളയിൽ അണിന് താൽപ്പര്യം കാണില്ല. ഇത് അണിനെ പിന്മാറാൻ പ്രേരിപ്പിക്കും. ക്രോണിക് ഇമ്മൊബിലിറ്റി കൂടാതെ ദേഹം കറക്കുക, റൊട്ടേഷൻ, പ്രത്യേക ശബ്ദമുണ്ടാക്കുക, റിലീസ് കോൾസ് തുടങ്ങിയ മറ്റ് പ്രതിരോധ മാർഗങ്ങളും പെൺതവളകൾ ഉപയോഗിക്കാറുണ്ട്. ഈ തന്ത്രത്തിലൂടെ പെൺതവളകൾ അവർക്കിഷ്ടമില്ലാത്ത ഇണകളെ ഒഴിവാക്കുന്നു, അവരുടെ ഊർജം പാഴാകാതെ കാത്തുസൂക്ഷിക്കുന്നു. ചുരുക്കത്തിൽ, ഇണയെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ തവളകൾ കണ്ടെത്തിയ ഒരു ബുദ്ധിപരമായ പ്രതിരോധ മാർഗമാണിത്. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫാർഡൻ.